വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേതാക്കൾ KPCC നേതൃത്വത്തെ സമീപിച്ചേക്കും എന്നുള്ളതാണ് വിവരം. അതേസമയം ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഇതുവരെ ജില്ലയിലെത്തിയിട്ടില്ല. ഈ മാസം 15 വരെയാണ് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് കോടതി തടഞ്ഞത്. എന്നാൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇവർ ഇതുവരെ ജില്ലയിലെത്തിയിട്ടില്ല. യോഗ്യതയുണ്ടായിട്ടും അർബൻ ബാങ്കിൽ ജോലി നിഷേധിച്ച സാഹചര്യത്തിലാണ് KV ബാലകൃഷ്ണന്റെ മകൾക്കായി ശുപാർശ കത്ത് നൽകിയതെന്ന് IC ബാലകൃഷ്ണൻ 24നോട്. തനിക്കെതിരെ CPM നടത്തുന്നത് വ്യാജ പ്രചരണമാണെന്ന് IC ബാലകൃഷ്ണൻ. എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു കത്ത് എനിക്ക് തരണമെന്ന് പറയുകയും ഞാൻ ആ കത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. മാത്രമല്ല NM വിജയേട്ടന്റെ മകനെ ജിജേഷിനെ പിരിച്ചുവിടണം എന്നും ജോലി കൊടുക്കേണ്ട എന്നും ഞാൻ എവിടെയും ആർക്കും ഒരു ശുപാർശ നൽകിയിട്ടില്ല. IC ബാലകൃഷ്ണന്റെ ശുപാർശ കത്ത് പ്രകാരമല്ല മകൾക്ക് ജോലി ലഭിച്ചതെന്ന് KV ബാലകൃഷ്ണനും പ്രതികരിച്ചു. ഞാനിപ്പോൾ ഇവരെ ആരെയും ശുപാർശ കൊണ്ടിട്ടല്ല, എനിക്കൊരു കത്ത് തന്നു. അത് എൻ്റെ കുറേ കാലങ്ങൾ ഞങ്ങനെ പുറകെ നടന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ സമീപിക്കുന്ന ആരെയാ? പാർട്ടീനെ സമീപിക്കുക. ഞാൻ KPCC പ്രസിഡന്റ്, അന്നത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള VN സുധീരൻ സാറിനെ കണ്ടു. അന്നത്തെ ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന മരിച്ചുപോയി കോടതി ഗോവിന്ദൻ നായർ ആയിട്ട് അയാൾക്ക് കത്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നേതൃമാറ്റം എന്ന ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. നേതാക്കളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടും IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടും CPIM പ്രതിഷേധം കടുപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രതിഷേധ പൊതുയോഗം 13-ന് ബത്തേരിയിൽ നടക്കും. 16-ന് DYFIയും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്.